എന്നോട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം എനിക്ക് വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ചെയ്തിടാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഭയങ്കര സിക്കാണ്, ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിഷനാണ്. അപ്പം എല്ലാവരും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം. അതുപോലെ നമുക്ക് പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഈ അവസ്ഥയിലൊക്കെ ഹോസ്പിറ്റലായിരിക്കുന്നവരെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ എന്നിരുന്നാലും ഈശോയോട് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നത് ഉൽപ്പത്തി 18-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലൂടെയാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ, ശരിയല്ലേ? ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. അതെന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിച്ച് ആ വചനം ഏറ്റെടുക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും, അടയാളങ്ങളെ പ്രവർത്തിക്കും, കൃപകളെ നിറയ്ക്കും. അപ്പം നമ്മുടെ ദൈവത്തിന് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞോട്ടെ, നടക്കത്തില്ലെന്നോ അല്ലെങ്കിൽ വിവാഹം നടക്കത്തില്ലെന്നോ ജോലി കിട്ടത്തില്ലെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞ് നമ്മളെ തരം താഴ്ത്തിക്കോട്ടെ, നമ്മൾ പേടിക്കണ്ട, നമ്മൾ വിശ്വസിക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈശോയോട് എപ്പോഴും പറയും, ഈശോയെ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ സമ്പന്നനാണല്ലോ. അപ്പം എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പോൾ കൂട്ടുകാരെ ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.